ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ്, ലീഗ് സ്വത്വരാഷ്ട്രീയം സമുദായ രാഷ്ട്രീയമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു സഖ്യം വേണമായിരുന്നോ? ലീഗിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ജമാഅത്തിന് അത്ര വലിയ സ്വാധീനം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. യഥാർത്ഥ ഇസ്ലാമിൻ്റെ മുഖം എന്ന് പറഞ്ഞത് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞത് അത് തന്നെയാണ്. ഈ ഇറാനിൽ നിങ്ങൾ പോയിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ ഷിയ എന്ന് പറയുന്നതിന് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായോ? അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഷിയായിസം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. നമസ്കാരം. നമ്മൾ മറ്റൊരു അതിഥിയുമായിട്ട് നമ്മൾ ഇന്നൊരു സംസാരം തുടരുകയാണ്. നമ്മളെ കൂടെ ഇന്നുള്ളത് നൗഷാദ് മണ്ണിശ്ശേരി, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്. വാർത്തകളിലൊക്കെ കാണുന്ന ആളുകൾക്ക് സുപരിചിതനായൊരു വ്യക്തിയാണ്. നമസ്കാരം. അപ്പം ഞാൻ നൗഷാദ് മണ്ണിശ്ശേരിന്ന് ഞാൻ രാഷ്ട്രീയ പ്രസംഗ രംഗത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ പ്രസംഗിച്ചു കൊടുത്ത് ഞാൻ മറുപടി പറയാനൊക്കെ വന്ന ഓർമ്മകളൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയതിന് ശേഷം ഞാൻ നമ്മളെ സി ഹംസ സാഹിബിനെ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ ഹംസമാഷ എന്നൊക്കെ വിളിക്കും, ഞങ്ങൾ സാഹിബ് എന്നൊക്കെ വിളിക്കും. സാഹിബിനെ ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. മൂപ്പര് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന സാധനം അതാണ്, ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. മൂപ്പര് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് മൂപ്പരെ പിന്നാലെ കുറച്ച് നടന്നപ്പോൾ മൂപ്പര് നിങ്ങളായിട്ട് ഇറാനിൽ പോയ ഒരനുഭവം ഏതൊരു വർത്തമാനത്തിൽ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞത്. നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നത്. നിങ്ങളെങ്ങനെയാണ് ഇപ്പം പ്രത്യേകിച്ച് ഇറാൻ എന്താ പറയുക US വാർ നടക്കുന്ന സമയം എന്താണ് ഇറാനിലെങ്ങനെ നിങ്ങൾ എത്തുന്നത്? എന്തായിരുന്നു ആ അനുഭവങ്ങൾ? ഇറാനിലെത്താനുണ്ടായ സാഹചര്യം കഴിഞ്ഞ റബീഉൽ അവ്വലില് പിന്നെ ഇതിൻ്റെ തൊട്ടുമ്പോൾ റബീഉൽ അവ്വലില് പിന്നെ ഇറാനിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ അൽ മുസ്തഫ യൂണിവേഴ്സിറ്റി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അപ്പോൾ അതിന് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ, അത് അവരിങ്ങനെ സുന്നി ഷിയ നോക്കാതെ അങ്ങനെ ആളുകളെ പങ്കെടുപ്പിച്ചു. അപ്പോൾ കേരളത്തിൽ നിന്ന് സി ഹംസ സാഹിബ് എന്ന് പറഞ്ഞ ഒരുപാട് പേർഷ്യൻ സാഹിത്യങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. അതാണ് ഹംസ സാഹിബും ഇറാനും തമ്മിലുള്ള ബന്ധം. ചിലർ പറയും ഹംസ സാഹിബ് ഷിയാണ് നോക്കാം. അപ്പോൾ അതല്ലാതെ മുമ്പ് കൂടെ യാത്ര ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 100% ഷാഫി മദ്ഹബ് ഫോളോ ചെയ്യുന്നൊരു സുന്നിയാണ് മുമ്പ്. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു വെള്ളിയാഴ്ച പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. നമ്മളിതുവരെ ഷിയ എന്ന് കേട്ടിട്ടല്ലോ. അവിടെ ചെല്ലുമ്പോൾ ബാങ്കിലൊക്കെ അലി വലിയുള്ള വേറെ മാറ്റൊന്നുമില്ല, ബാക്കിയൊക്കെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് കഴിഞ്ഞിട്ട് അഷ്ഹദു അന്ന അലി വലിയുള്ള, അത് അവരുടെ ഒരു അങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഹംസ സാഹിബിനോട് വ്യാഴാഴ്ച പറഞ്ഞു, നമുക്ക് നാളെ ഒരു നല്ല ഒരു ഷിയ പള്ളിയിൽ പോകണം, ആ ജുമാ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. പക്ഷേ രാവിലെ ഇവർ നമ്മൾ കൊണ്ടുപോയ അൽ മുസ്തഫ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ വന്നപ്പോൾ ഹംസ സാഹിബ് ചോദിക്കുകയാണ്, ഇവിടെ ഷാഫി മദ്ഹബ് പ്രകാരം ഉള്ള സുന്നി മസ്ജിദുകളുണ്ടോ ജുമാക്ക് പോകാൻ വേണ്ടി? ഒരു പറഞ്ഞ 50ഓളം മസ്ജിദുകളുണ്ട് ഈ ഇറാനിൽ. നമ്മൾ നിൽക്കുന്ന മഷഹദിൽ. അതിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ ജുമാ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ പേർഷ്യൻ സാഹിത്യവുമായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പേർഷ്യൻ ഭാഷയിലുള്ള വലിയ ഇപ്പോൾ കേരള ഹൈക്കോടതി അദ്ദേഹത്തെ ദ്വിഭാഷിയായിട്ട് വിളിക്കുന്നുണ്ട്. ഇറാനിലെ കുറച്ച് ഇറാനിയൻ മെറീനുകൾ കടലിൽ അവരെ പിടിക്കപ്പെട്ടു. അപ്പോൾ അവരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഗവൺമെൻറ് ടിക്കറ്റും TAD ഒക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകും കോടതിയിൽ വെച്ച്. അത് ആ ഭാഷയോടുള്ള ആ നിലക്കാണ് ഹംസ സാഹിബിനെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ 3 പേര് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ഞങ്ങൾ മൊത്തം 4 ആളെ പോയത്. ഉത്തരേന്ത്യ ദൈവബന്ധിലെ പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഷിയാക്കൾ ആരും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെ ഇപ്പം ഈ വാറിൻ്റെ പശ്ചാത്തലത്തിൽ പക്ഷേ മുസ്ലിം ജീവിതത്തെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിച്ചൊരു സാധനം. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തൊക്കെ ഞങ്ങൾ അവിടെ കണ്ടത്? അവിടുത്തെ നബിദിനം എങ്ങനെയാണ്? അവിടുത്തെ ഈ ഷിയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അമേരിക്കയിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അമേരിക്ക ഒരു 300 വർഷത്തെ പാരമ്പര്യമല്ലേ ഉള്ളൂ. ഇത് 5000-ലേറെ വർഷത്തെ പാരമ്പര്യമാണ്. ആ ഒരു സാംസ്കാരികമായ ഔന്നിത്യം അവരിലൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ പറയില്ല പച്ച മനുഷ്യർ, നല്ല മനുഷ്യർ എന്നുള്ള നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. അവർക്കങ്ങനെ സുന്നി ഷിയ തമ്മിൽ. പക്ഷെ നബിദിനം അവരാഘോഷിക്കുന്നത് തന്നെ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. 2 ആഴ്ച. അപ്പോൾ നമ്മൾ സുന്നി വിശ്വാസപ്രകാരം റബീഉൽ അവ്വൽ 12 പ്രവാചകൻ്റെ ജനിച്ചത്. റബീഉൽ അവ്വൽ 9 എന്നൊക്കെ
നമ്മൾ പഠിക്കുമ്പോൾ അഭിപ്രായങ്ങളുള്ള അഭിപ്രായമാണ്. ആൾക്കാരുണ്ട്. പക്ഷേ ഷിയാക്കൾ വിശ്വസിക്കുന്ന റബീഉൽ അവ്വൽ 17-നാണ്. അതെ അതെ. അപ്പോൾ അവിടെ സുന്നികളും ഷിയാക്കളും ഉള്ള ഒരു രാഷ്ട്രമായതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക നബിദിനാഘോഷം റബീഉൽ അവ്വൽ 9 മുതൽ 17 വരെയാണ്. അതിൽ പക്ഷേ അതിൽ പ്രത്യേകം എന്താ വെച്ചാൽ റബീഉൽ അവ്വൽ 17-ന് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ പുതിയ വസ്ത്രം ധരിക്കണം എന്നുള്ള. അത് ശരി, അത് ശരി. പുതിയ കുപ്പായം തുടങ്ങിയിട്ടാണ് നമ്മൾ പെരുന്നാളിന് എങ്ങനെയാണ്? അപ്പൊ അത്രയും വലിയ ഇതാണ്. പിന്നെ എല്ലാ പള്ളികളിലും തലാൽ ബദറും ഒക്കെ ആയിട്ട് മൗലിദും ഇതൊക്കെ അവർ ഭയങ്കര പ്രവാചക പ്രണയം. അത് നമ്മളൊന്നും പ്രവാചക പ്രണയത്തിലൊന്നും അല്ല എന്ന് നമുക്ക് തോന്നും. ഞാനന്ന് രാവിലെ നമ്മൾ യാത്ര അല്ലേ, ഞാൻ കരുതിയിരുന്നത് കുറച്ച് ടീഷർട്ടുകളായിരുന്നു. പുതിയ 2 ഷർട്ട് ഉണ്ടായിരുന്നു, ടീഷർട്ട്. അപ്പോൾ തലേ ദിവസം ഇട്ട് ടീഷർട്ട് തന്നെ റൂമിൽ വന്ന് എടുത്തു വെച്ചു. രാവിലെ അതന്നെ ഇട്ടിറങ്ങി. അപ്പോഴാണ് ഇന്നവർ വിളിച്ചു, ഇന്ന് മീലാദ് അല്ലേ, പുതിയ വസ്ത്രം ഇല്ല, ഇല്ലെങ്കിൽ നമുക്ക് മേടിക്കാന്ന് പറഞ്ഞു, വാങ്ങിത്തരാം. അതങ്ങനെ കേട്ടോ. നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ കയറിയാൽ നമ്മളെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതിനവർക്ക് പ്രശ്നമില്ല. നമ്മളെ വണ്ടിയിൽ എണ്ണ അടിച്ചു തരാൻ അവർക്ക് പ്രശ്നമില്ല. അവിടെ ഒരു മതമോ രാഷ്ട്രം നോക്കണം. പക്ഷെ ഇന്ത്യക്കാരോട് പ്രത്യേക സ്നേഹം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നബിദിനത്തിൽ അവിടെ എന്തൊക്കെയാ പരിപാടികൾ എന്തൊക്കെയുള്ളത്? നബിദിനത്തിൽ പള്ളികളിലാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ മൗലിദ് പാരായണുണ്ട്, പിന്നെ ഖുർആൻ നമ്മളിവിടെ ഇന്നതാണ് ഖുർആൻ മത്സരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നിരന്ന് ഞങ്ങളവിടെ ഇന്നെന്താണ് ഹുമ്മിലൊരു വലിയ ജുമാ മസ്ജിദിൽ പോയി. അതൊരു ഇഷാക്ക് ശേഷമാണ്. എത്ര പാതിരാവോളം ആളുകൾ, ചെറുതും വലുതും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഖുർആനിലെ ഓരോ ആയത്തുകൾ അല്ലെങ്കിൽ 1-2 ആയത്തുകൾ. അപ്പോൾ അത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലത്തെക്കുറിച്ച് അവിടെ ഇരിക്കുന്ന ഡയസിൽ 2-3 ആൾ ഇരിക്കുന്നുണ്ടാവും. അവർ പറയും. അതിനുശേഷം പിന്നെ പ്രവാചക പ്രകീർത്തനങ്ങൾ പറയും. പക്ഷെ എല്ലാം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും പ്രവാചകർ മദീനയിലേക്ക് വന്നപ്പോഴുള്ള തലാൽ ബദർ ഉണ്ടല്ലോ, അതിങ്ങനെ ശരിക്കും നബിദിനം അവിടെ വലിയ പരിപാടിയല്ലേ. അവർ നമ്മൾ ഇവിടുത്തെ ഒരു പ്രകടനപരതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടോ? നമ്മളവിടുത്തെ മാതിരി അന്നദാനം ഉണ്ടോ? അന്നദാനം ഉണ്ട്. അതുപോലെ ഇതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ചെറിയ സ്നാക്സും നമ്മളിവിടെ കുലാവിയെ കൊടുക്കുന്ന അങ്ങനെ കൊടുക്കും. അത് ശരി. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്, അതിന്റെ ഒരു തുടർച്ചയാണ് അല്ലേ? പക്ഷെ നമ്മളിപ്പോ ഘോഷയാത്ര ഉണ്ടോ അവിടെ? ഇല്ല, ഘോഷയാത്ര. പിന്നെ അവിടുത്തെ ഈ ഷിയ സുന്നി വ്യത്യാസങ്ങൾ, അവിടുത്തെ ഒരു സാംസ്കാരിക പരിസരങ്ങൾ എങ്ങനെയായിരുന്നു? അവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഒരു സംഘടനോ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ഷിയ സുന്നി മാത്രമല്ല, ക്രിസ്ത്യൻസ് ഉണ്ട് അവിടെ. ഒരു പക്ഷേ ഇസ്രായേൽ കഴിഞ്ഞ ഏറ്റവും അധികം ജൂതന്മാരുള്ള രാജ്യം. ഞങ്ങളവിടെ പാർലമെൻറ്റിലെ ക്രിസ്ത്യൻ മെമ്പർമാരെ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ അവിടുത്തെ സൈനിക മേധാവികളുടെ ഒരാൾ, അദ്ദേഹം അത്ര ഉയർന്ന റാങ്കുള്ള ആളല്ല. ഞങ്ങൾ ഈ സുന്നി പള്ളിയിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ യൂണിഫോമിൽ ഉണ്ട്. പക്ഷെ ഒരു ഷിയ രാജ്യത്ത് സുന്നി പള്ളി, അപ്പം ഞാൻ കരുതിയത് എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസിന് അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ സുന്നികളെല്ലാവരും കൂടി ഒരു പള്ളി കയറുമ്പോൾ ഷിയ അല്ല. അപ്പം അയാൾ കൃത്യമായി സുന്നിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, സൈന്യത്തിൽ സുന്നികളുണ്ട്, അവർ ഇറാനികൾ എന്നുള്ളതാണ്. അത്രയാണോ ഇറാനികൾ എന്നുള്ളതാണല്ലേ. പക്ഷെ ഞങ്ങളന്ന് ചെന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, നമുക്ക് ഫീൽ ചെയ്തൊരു സംഗതി, ഒരു ആൻറ്റി ഇൻകംബൻസി ഇങ്ങനെ പതുക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി. ഏറ്റവും വലിയ രസം തരങ്ങൾ നമ്മളെ നോട്ട് അവിടെ എടുക്കും. നമ്മളിപ്പോൾ സാധനം വാങ്ങാൻ നമ്മൾ 500 രൂപ കൊടുത്താൽ ഇന്ത്യൻ, പിന്നെ അവർ ബാക്കി തരാം അവരുടെ പൈസയാണ്. അപ്പൊ അവരെങ്ങനെയായി ചെലവാക്കുക? പിന്നെ എനിക്കറിയില്ല. ഞാൻ പലപ്പോഴും ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് ഒരിക്കലും ഞാൻ 500 രൂപ കൊടുത്തു. എനിക്ക് ഒരു കെട്ട് ഇറാനിയൻ വാല്യൂ ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിക്ക് ഖാംനയുടെ രക്തസാക്ഷിത്വത്തോടു കൂടി അവർ മറികടന്നു. ശരിക്കും ഖാംനയി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ, ഇറാനിയൻ ജനതയെ അവിടുത്തെ എല്ലാ മതവിഭാഗത്തിനും അപ്പുറത്തായിട്ട്, സുന്നി ക്രിസ്ത്യൻ ഇവരൊക്കെ അതൊക്കെ അപ്പുറത്തായിട്ട് ഒരു ഇറാനിയൻ ഐക്യം, ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടാക്കി. അദ്ദേഹം ആ രക്തസാക്ഷിത്വം കൊണ്ട് ആ രാജ്യത്തിന് കൊടുത്ത വലിയൊരു സംഗതി അതായിരിക്കും അല്ലേ. പിന്നെ അവിടെ വലിയൊരു വിമർശനം, ഇതൊരു തിയോക്രസി ആണല്ലോ, എന്താണ് ഫുഖഹായിൻ്റെ ഭരണം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ കാണാൻ പറ്റിയിരുന്നോ?
അതിലെന്താ വെച്ചാൽ ഇങ്ങനെ ഡെമോക്രസിയും കൂടിയാണല്ലോ. അതെ 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 അതെ. ഈ ഇപ്പോൾ പണ്ഡിത നമ്മൾ പറയാം ആത്മീയ നേതാവ്, ഇപ്പോൾ കാംനൈ ഒരു 3 പതിറ്റാണ്ടിൽ, പക്ഷെ അതൊക്കെ എലക്റ്റഡാണ്. അതെ അതെ, അതും ഇലക്റ്റഡാണ്. അതെ അതെ അതെ, എലക്റ്റഡാണ്. പക്ഷെ അതിൽ ഉള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ അവിടുത്തെ പരമോന്നത നേതാവിനെ എലക്ട് ചെയ്യാൻ നേരിട്ടല്ല, അറിയാലോ ഇതിനെ ആ ഘട്ടങ്ങൾ അറിയാം. സഭ അവർക്ക് കാലാവധി ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് 5 വർഷത്തെ കാലാവധിയാണ്. ഇത് ഇയാൾ മരിക്കണ വരെ, പിന്നെ മരിക്കണ വരെ അദ്ദേഹത്തിന് തുടരണമെങ്കിൽ 3 രീതിയിലാണ് അദ്ദേഹത്തിന്റെ കാലാവധി തീരുക. ഒന്നുകിൽ രാജിവെക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഈ സുപ്രീം കൗൺസിലിന് ഇംപീച്ച് ചെയ്യാം, പിൻവലിക്കാം, ഇംപീച്ച് ചെയ്യാം, അല്ലെങ്കിൽ രാജിവെക്കാം. ഈ 3 കാര്യങ്ങൾ അത് ആ സുപ്രീം കൗൺസിൽ ജനങ്ങളോട് കമ്മിറ്റഡാണ്. അപ്പോൾ ഓരോ 4 വർഷം കൂടുമ്പോഴും കൗൺസിൽ ചേർന്ന് വിലയിരുത്തും. പിന്നെ തെരഞ്ഞെടുപ്പുണ്ടാവും 4 വർഷം കൂടുമ്പോൾ ജനങ്ങളിലേക്ക് പോകണം. പിന്നെ അല്ല, ഇപ്പം ഈ ഭരണകൂടം ഇങ്ങനെ ആയതുകൊണ്ടുള്ള അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം എപ്പോഴും വരലുണ്ട്. ഹിജാബിടാത്ത പെണ്ണുങ്ങളെ തൂക്കിക്കൊന്നു എന്നൊക്കെ വാർത്ത വരാറുണ്ട്. അതിനെ കുറിച്ച് നിങ്ങളെ? ഹിജാബിടാത്ത പെണ്ണുങ്ങളാണ് ഭൂരിപക്ഷം നമുക്ക് അങ്ങാടിയിൽ കാണാം. ഇവിടെ ഹിജാബിട്ടവരും കുറവാണ്. എന്താണ് എനിക്ക് കേരളത്തിലേക്കാൾ ഒരു പക്ഷേ സ്ത്രീകൾ ഇത്ര സ്വതന്ത്രമായി നടക്കുന്നത്. ഇപ്പം അവിടെ ഇമാം റിള റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖ്ബറുണ്ട്, അലിയാർത്തങ്ങളുടെ പേരക്കുട്ടിയുടെ പേരക്കുട്ടിയാണ്. അവരേറ്റവും പവിത്രമായി കാണുന്നതാണ്. അവരവിടെ ഹറം എന്ന് അതിന് പറയാം. ഹറം എന്ന് പറയാം. നമ്മളെന്തെങ്കിലും ഒരു ഇറാനായിട്ടൊരു തർക്കമൊക്കെ ഉണ്ടായാൽ നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകും. ഇപ്പം ഞാനൊരു വാച്ച് വാങ്ങി അവിടെ നിന്ന്. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഒറിജിനലാണോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ എന്നെ കൈ പിടിച്ച് നേരെ ഹറമിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ പറയുന്നത്. സത്യം ചെയ്യാൻ ഇത് ഒറിജിനലാണ്, ഹറമിൻ്റെ മുമ്പ് നമ്മൾ കളവ് പറയില്ല എന്നൊക്കെ പറഞ്ഞു. ആ ഹറമിൻ്റെ മുമ്പിൽ തലയിലല്ല തോളിൽ പോലും ഒരു ഷാളില്ലാതെ സിഗരറ്റൊക്കെ വലിച്ചിട്ട് പെൺകുട്ടികൾ നടക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ തല മറക്കാം, ഒരു നിർബന്ധമില്ല. ഇപ്പം നമ്മളവിടെ പാർക്കിലൊക്കെ പോയാൽ അങ്ങനെ കുറേ കയറിയിട്ട് ടെഹ്റാനിന്ന് കുറേ റിമോട്ട് ഏരിയയിൽ പോയിട്ട് മുകളിൽ ഒരു നമ്മളെ പൊന്മുടിയൊക്കെ പോലുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ നമ്മൾ സരോവരം പാർക്കിലൊക്കെ പോയാൽ എങ്ങനെ അതുപോലെയാണ് അവിടെ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ മത പോലീസ് ഒന്നും ഇല്ല, ആ പരിപാടി ഇല്ല അല്ലേ? അത് ശരി. അപ്പോൾ പക്ഷെ നമ്മളെ മുന്നിലുള്ള ചിത്രം വ്യത്യസ്തമാണല്ലോ. പക്ഷെ നല്ല പർദ്ദ ധരിച്ച് നടക്കുന്നവരുണ്ട്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എത്രത്തോളം വെച്ചാൽ അങ്ങാടിയിൽ ചെന്നാലും എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഇന്ന് ചിലപ്പോൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് റൂമിലേക്ക് പോകാൻ വണ്ടി വിളിക്കും. ശരിക്കും നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ നല്ലോണം അറിയണം. അവിടെ ജീവിക്കാനും നല്ല ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ളവനാണ് അവിടെ നിൽക്കണം. ആ വണ്ടി ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ അവരോട്, സ്ത്രീകളാണ് അധികം, അങ്ങനെ വിളിക്കും. വന്നിട്ട് നമ്മളങ്ങനെ മാടി വിളിക്കും വണ്ടി നിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ടാക്സി ഡ്രൈവർ സ്ത്രീകൾ അവർ വന്നിട്ട് അതിൽ പിന്നെ പർദ്ദ ഇട്ടവരുണ്ട്, മക്കനിട്ടവരുണ്ട്, തല മറക്കാത്തവരുണ്ട്. അതൊന്നും അവിടെ പ്രശ്നം. അവിടെ മക്കനിട്ടോലും ഇടാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ ഭരണകൂടത്തിന് അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളെ മുന്നിൽ പിന്നെ ഇങ്ങനെ ഒരു ചിത്രം വന്നത്, അത് എങ്ങനെ വന്ന് ഞാനും അവിടെ ചെല്ലുന്നത് വരെ പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടില്ല, ഒന്നുമില്ല. പിന്നെ അവിടുത്തെ ഈ സോഷ്യൽ ഫാബ്രിക് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷിയ സുന്നി ബന്ധങ്ങൾ, ക്രിസ്ത്യൻ ജൂത ബന്ധങ്ങളൊക്കെ അവർ ഇറാനികൾ എന്നുള്ളതൊക്കെ ഒരുമിച്ചാണ് തന്നെ. ഒരു പ്രശ്നം അവിടെ ഫീൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുപോയ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ സുന്നി സിലബസും ഉണ്ട്, ഷിയ സിലബസും ഉണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ക്യാമ്പസിലെ പള്ളിയിലാണ് ഞങ്ങൾ പോയത്. ക്യാമ്പസിൽ 2 പള്ളി നിങ്ങൾ നോക്ക്. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട. ഇവിടെ ഇപ്പോൾ ഇന്നെന്താണ്, നമ്മളിപ്പോൾ ഞാൻ സുന്നിയാണ്, സമസ്തയുടെ ആളാണ്, ഞാൻ സമ്മതിക്കുമോ? ഇപ്പോൾ ഞാൻ സമസ്ത കോട്ടുമല കോംപ്ലക്സിൻ്റെ കമ്മിറ്റി മെമ്പറാണ്, ഞാൻ സമ്മതിക്കില്ല. അതിന്റെ ഉള്ളിലൊരു ഷിയാ പള്ളി അല്ല, AP പള്ളിയല്ല സമ്മതിക്കൂല. അതെ അതെ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് പ്രത്യക്ഷത്തിൽ ഒരു വ്യത്യാസം ഇല്ലാത്ത ആൾക്കാർ. നമ്മുടെ നിലപാടാണത്, അത് അങ്ങനെ പറ്റൂല എന്നുള്ളതാണല്ലോ, അത് ശരിയല്ല എന്നുള്ള നമ്മളെ ഉറച്ച വിശ്വാസം ആണല്ലോ നമ്മൾ പുറത്ത്. പക്ഷെ ഇവർക്ക് അതല്ല, ആ ക്യാമ്പസിനകത്ത് 2 പള്ളി, എന്നിട്ട് അവിടെ ഇങ്ങനെ ഈ കുത്തുപോകുന്ന ആൾക്ക് ശമ്പളം കൊടുക്കുന്നൊക്കെ ഇവിടുന്ന് അല്ല പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അങ്ങനെ തന്നെ. ഈ സുന്നി സിലബസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഈ നമ്മളെ മദ്ഹബുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊന്നും ഭരണകൂടം തടസ്സമല്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അന്ന് ഞങ്ങൾ എങ്ങോട്ട് പോകുമ്പോഴാണ് ഒരു ട്രെയിൻ യാത്രയിൽ ഞങ്ങൾ അനുഗമിച്ചത് ഈ യൂണിവേഴ്സിറ്റിയിലെ സുന്നി സിലബസ് പഠിപ്പിക്കുന്ന അധ്യാപകൻ. അയാൾ ഷിയയാണ്. അപ്പോൾ അയാളോട് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാൾക്കുള്ള കർശനമായ വൈസ് ചാൻസലറുടെ നിർദ്ദേശം എന്താ അറിയാം, ഒരിക്കൽ പോലും ഒരു കുട്ടിയെ ഷിയ ആക്കാൻ ശ്രമിക്കണ്ട,
അവരുടെ സിലബസ് അവരെ പഠിപ്പിക്കുക. അത് സുന്നി ഷിയ എന്നുള്ളത് പൊളിറ്റിക്സാണ്. പിന്നെ അദ്ദേഹം ഞങ്ങളോടൊന്നും കൂടി പറഞ്ഞു, നമ്മൾ പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവർ പറയുന്നത് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് ഇമാം ഖുമൈനി റഹ്മത്തുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സുന്നിയ വലാ ഷിഅയ്യ, ഇസ്ലാമിയ ഇസ്ലാം. അവരുടെ മുദ്രാവാക്യം അതായിരുന്നു, ലാ ഷർഖിയ വല ഗർബിയ ലാ ഷിയ വല സുന്നിയ. അല്ല, ഇപ്പം നിങ്ങൾ നോക്കി റൂമിയ ശ്രദ്ധിച്ചോ, ഇപ്പം ഈ ഇറാനിൽ നടന്ന പ്രയാസങ്ങളും യുദ്ധമൊക്കെ വന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ടല്ലേ, ഹമാസിന് വേണ്ടിയിട്ടല്ല. 100% സുന്നികളല്ലേ. സുന്നികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ. സുന്നി വേൾഡിൽ നിന്ന് ഇല്ലാത്ത ഒരു പിന്തുണയാണ് ഇറാൻ നടക്കുന്നത്. അത് അങ്ങനെ ആരും പറയാറില്ല. നമ്മളിനി ഈ ഇറാനിലെ ഒരു അവസാനത്തെ ഒരു ചോദ്യം എന്നുള്ളതൊക്കെ, ഈ ഇറാനിൽ നിങ്ങൾ പോയിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ ഷിയ എന്ന് പറയണതിന് എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായോ? അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി വെച്ചാൽ യഥാർത്ഥത്തിൽ ഷിയായിസം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അല്ല. അതിൻ്റെ ഒരു പ്രശ്നം എന്തായിട്ട്? പ്രശ്നം എന്താ വെച്ചാൽ അത് തികച്ചും പൊളിറ്റിക്കലാണ്. എല്ലാം പൊളിറ്റിക്കലാണ്. നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ പൊളിറ്റിക്സ് അല്ലല്ലോ, ഇത് ആത്മീയ സാധനം. ഇപ്പം യഥാർത്ഥ ഇസ്ലാമിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് അത് തന്നെയാണ്. ശരിക്കും സമസ്ത ഉണ്ടാക്കിയതന്നെ എന്തിനാണ്? ഒരു സംഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ സ്പിരിറ്റിൽ നിന്ന് പല സ്വാധീനങ്ങളിലും പെട്ടിട്ട് ഇതിങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ ഷിയാക്കളുടേതൊക്കെ പൊളിറ്റിക്സാണ്. ഇപ്പോൾ ഒന്ന് വേണ്ട, ഞാൻ അന്ന് അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് അവിടെ ചോദ്യം ചോദിക്കാനൊക്കെ അവസരമുണ്ട്. നമ്മൾ അതിഥികളാണ്, നമ്മളിവർ ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ അവിടുത്തെ ഹുമ്മിലെ ഗവർണറും കൂടിയാണ് അദ്ദേഹം, കാംനയുടെ അസിസ്റ്റൻ്റ്, അങ്ങനെയാണ് അവർ ഗവർണർമാരുണ്ടാകും. അപ്പോൾ നല്ല സെക്യൂരിറ്റിയിലൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഹംസ സാഹിബ് ഉണ്ടായതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ ചോദിച്ചാൽ മുപ്പര് ട്രാൻസ്ലേറ്റ് മനോഹരമായ ഭാഷ പ്രയോഗമാണ്. ഹംസ സാഹിബിൻ്റെ തമാശ കലർത്തിന് നന്നായിട്ട് ചോദിക്കും പേർഷ്യൻ ഇതിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരിങ്ങനെ സഹിഷ്ണുതയെക്കുറിച്ച് വല്ലാതെ സംസാരിച്ചു. സഹിഷ്ണുതയെക്കുറിച്ച് നിർബന്ധിക്കാൻ പാടില്ല ഇസ്ലാമിൽ, എല്ലാവരും ഉൾക്കൊള്ളണം. അപ്പോൾ ഞാൻ പറഞ്ഞു എ സിമ്പിൾ ഡൗട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാഹിബ് പറഞ്ഞു മലയാളത്തിൽ ചോദിച്ചാൽ മതി, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ ആത്മീയ നേതാവ് ആയത്തുള്ള റൂഹുല്ലാ ഖുമൈനി സൽമാൻ റുഷ്ദിയെ കൊല്ലണം എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു പ്രസാദന. അത് നിങ്ങൾ പറഞ്ഞ ഈ വിശാലമായ നിങ്ങളുടെ ഈ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ സഹിഷ്ണുതയെക്കുറിച്ചാണ്. പ്രവാചകനെ മോശമാക്കിയൊരു പുസ്തകം എഴുതി, പ്രവാചകനെ നിന്ദിച്ച് അദ്ദേഹം പുസ്തകം എഴുതിയാൽ അതിന് മറുപടി പറയാൻ നമുക്ക് കഴിയുമല്ലോ. അതെ, പുസ്തകം മറിച്ച് ചെയ്താലോ നമ്മളെ പ്രവാചകനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തെ നമുക്ക് സഹിഷ്ണുതയോടുകൂടി മറികടന്നൂടെ? നിങ്ങൾ ഈ പറയുന്ന പ്രകാരമാണെങ്കിൽ അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയാണല്ലോ വേണ്ടത്. അതിപ്പോൾ ഖുമൈനി അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? അത് അബ്സല്യൂട്ട്ലി പൊളിറ്റിക്സാണ്. അന്നത്തെ ഇറാൻ്റെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇറാൻ ഇറാഖ് യുദ്ധമൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു നിലപാട് എടുക്കുക എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇതാണ്. അത് മതവും വിശ്വാസമായിട്ടും ബന്ധമില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി ഷിയാക്കളുടെ ഒരു പൊതു ഇത് പിന്നെ പൊളിറ്റിക്കലാണല്ലോ ഈ ഡിവൈഡ് ആദ്യമായിട്ട് തുടങ്ങണതന്നെ അങ്ങനെയാണ്, അധികാരവുമായി ബന്ധപ്പെട്ട്. പിന്നെ ഇപ്പോൾ ഒരു കാട്ടിക്കൊണ്ടൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, ഈ മുഹറം 10-നൊക്കെ അടിച്ച് തടി ഇടങ്ങേറാക്കി ചോര ഒലിപ്പിച്ച, അതൊന്നും ഇപ്പോൾ ഇസ്ലാമാണെന്ന് എങ്ങനെ നമ്മൾ പറയാം? ഇസ്ലാം അങ്ങനെ ചോര കൊണ്ട് ഹോളി കളിക്കുന്ന അല്ലല്ലോ. പിന്നെ ഈ അവിടുത്തെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവർ പള്ളി വരുന്നുണ്ടോ? സ്ത്രീകൾ എല്ലാവരും ഷിയാക്കളിലെ പൂർണ്ണമായിട്ടുണ്ട്. അവരുടെ ബാക്കി സ്ത്രീകളുടെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഈ ജോലികളിൽ സ്ത്രീകൾ എങ്ങനെയാണ്? ജോലികളിൽ പുരുഷന്മാരെ പോലെ തന്നെയാണ്. എയർപോർട്ടിലൊക്കെ അധികം സ്ത്രീകളാണ്. ആണല്ലേ? അവരൊക്കെ ഹിജാബ് ഇടും ഇടാതെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇറാനിലെ ഈ അനുഭവത്തെ ആകത്തുകങ്ങൾ എങ്ങനെ വിലയിരുത്തണേ? എന്നിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക്. ഇറാന് നമ്മുടെ ഇന്ത്യ പോലെ പൗരന്മാർക്ക് വിശാലമായ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ഇന്ത്യയുടെ അത്ര ജനാധിപത്യവും ഒന്നും പറയാൻ പറ്റൂല, എവിടെ ഉണ്ടാവില്ല. നമ്മളെ രാജ്യമല്ലേ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം. നമുക്കിപ്പോൾ നാളെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രധാനമന്ത്രിക്കെതിരായിട്ട് പ്രസംഗിക്കാൻ പെർമിഷൻ എടുക്കാമല്ലോ, അതിനും പോലീസ് പ്രൊട്ടക്ഷൻ തരും. അത് വേറെ. പക്ഷെ എന്നാലും മറ്റ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അപ്പം അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. എന്താ അറിയോ, ഈ വഹാബി ഇപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട എതിര് എന്ന് പറയുന്നത് വഹാബി ഗ്രൂപ്പുകളാണ്. പക്ഷേ അദ്ദേഹം കാഫിറാണെന്നും ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ എന്താ പറയുക, ഇസ്രായേൽ ജയിച്ചാലും വേണ്ടില്ല ഇറാൻ ജയിക്കരുത് എന്നൊക്കെയുള്ള നിലപാടുകളോട് നിങ്ങളെ അഭിപ്രായം എന്താ? അത് അല്ലാഹുവല്ലേ തീരുമാനിക്കുക ആരാണ് കാഫിർ ആരാണ്. അല്ല, അതിന് ആരാണ് കാഫിറാക്കാൻ അവസരം കൊടുത്തല്ലേ? അങ്ങനെ പാടില്ലല്ലോ. നമ്മൾക്കൊരാളെ കാഫിറാക്കാനും
ഒരാളെ സ്വർഗത്തിലാക്കാനും നരകത്തിലാക്കാനും എന്നുള്ള അധികാരമില്ല. അതൊക്കെ അള്ളാഹിൻ്റെ കിതാബിലല്ലേ. അതും ഒരു പൊളിറ്റിക്സ് ആണല്ലേ. 100%. ഇനി നമുക്ക് സൗദി അറേബ്യയുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും ഇതില്. അതെ അതെ ഇറാൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അതും ഇനി ഇസ്ലാമിൻ്റെ ആത്മീയതയും നമ്മൾ കൂട്ടിക്കലക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഇസ്ലാം ആത്മീയതയിലും തസവുഫിലും അങ്ങനെ നമ്മൾ മദ്രസയിൽ പഠിക്കണ്ടല്ലോ. നാലാലൊരു മദ്ഹബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കർമ്മശാസ്ത്രത്തെക്കുറിച്ചൊരു ധാരണ വേണമല്ലോ. നമ്മൾ നോക്കി അതിനേക്കാൾ വലിയ വിശാലത എന്താണ്? നാലിലേതെങ്കിലും ഒന്ന് മതി. ഒന്ന് മതി. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തള്ളിക്കളയുന്നല്ലോ നമ്മൾ. മനുഷ്യന് കർമ്മം ചെയ്യണമെങ്കിൽ അതിന് നിയമങ്ങൾ വേണം. അപ്പോൾ അതിൽ നാലാലൊരു മദ്ഹബ് എടുക്കാം. പിന്നെ വിശ്വാസപരമായി ശരിയാ മാതൃരീതിയോ തരീക്കത്തുകൾ എടുക്കാം. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മറ്റൊക്കെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അത് സലഫി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് സൗദി അറേബ്യയുടെ നിലപാടുണ്ടാവും. ഷിയ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ആയാലും നമ്മളതിന് ഭാഗമാക്കേണ്ട കാര്യമില്ല. നമ്മളതിന് പുറത്താണ്. ശരി. ഇനി നമുക്ക് നമ്മളെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴേ നിങ്ങൾ ഒരു മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആണല്ലോ. ജനറൽ സെക്രട്ടറി അല്ല, സോറി, സെക്രട്ടറി. മുസ്ലിം ലീഗിൽ ഒരു ജനറൽ സെക്രട്ടറി ആണല്ലോ. കോൺഗ്രസിൽ കുറെ ജനറൽ സെക്രട്ടറിമാരുണ്ടാവും. 50 ആളൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് ഒരാൾ സെക്രട്ടറി എന്നുള്ള ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത് വിടണമെന്ന് വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എന്താണ് അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകാനുള്ള കാരണം? എന്തായാലും ഭരണമാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ തന്നെ കേരളത്തിൽ 5 വർഷം അങ്ങനെയുള്ള വരാം. കഴിഞ്ഞ തവണ തന്നെ ഭരണമാറ്റത്തിൻ്റെ ഒരു സാഹചര്യം വന്നാണ്. അതിലാണ് ഈ കോവിഡും പ്രളയവും ഒക്കെ ആയിട്ട്. കോവിഡ് ലോകത്തൊരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് 2ാം പിണറായി ഗവൺമെൻറ്. അതൊരു പിന്നെ കേരള കോൺഗ്രസ്, അതുപോലെ തന്നെ ഇന്നെന്താണ് ജനതാദളൊക്കെ UDF നിന്ന് പോയതിൻ്റെ അതിൻ്റെ അത് ആ 2 പാർട്ടികൾ പോവുക മാത്രമല്ല എന്നുണ്ടായത്. കേരള കോൺഗ്രസ് മാണി പോയി എന്ന് പറഞ്ഞാൽ മാണി എന്നുള്ളൊരു പാർട്ടി മാത്രമല്ല. കേരള കോൺഗ്രസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അങ്ങനെയുള്ള കുറച്ച് സാമൂഹ്യ ഘടകങ്ങൾ അന്ന് UDF നിന്ന് അകന്നുപോയ, അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ അകറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായ. പക്ഷെ അതൊക്കെ തിരിച്ചു വന്നു. കേരള കോൺഗ്രസ് മാണി തിരിച്ചു വന്നിട്ടില്ലെങ്കിലും KP മോഹൻ്റെ ജനതാദൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും അവരുടെ ആ സാമൂഹ്യ സാഹചര്യങ്ങൾ തിരിച്ച് UDF ലേക്ക് വന്നു. UDF വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ. ഞാൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനല്ല കാണുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എപ്പോഴും ദേശീയ അവിടെ BJPയും കോൺഗ്രസും ആയിട്ട് ആളുകൾ കാണുള്ളൂ ഡൽഹിയിലേക്കുള്ള. പക്ഷേ ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇലക്ഷനുകളിലൊക്കെ നമ്മൾ കൃത്യമായിട്ടത് മനസ്സിലാവും. വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെ നോക്കിയാൽ UDF ഇതുവരെ ഉണ്ടായിരുന്ന സാമൂഹ്യമായ പിന്തുണ തിരിച്ചു വന്നു. പിന്നെ അത് മാത്രമല്ല UDF ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. മുൻകാലങ്ങളെക്കാൾ ഇതൊരു നല്ല ഇലക്ഷൻ മാനേജ്മെന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതല്ല, ആര് മുഖ്യമന്ത്രിയാണെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ല, ലീഗിനത് ആഗ്രഹിക്കാൻ വയ്യല്ലോ. എന്താ വെച്ചാൽ അത് ഇപ്പോൾ LDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അല്ല വേണ്ട, ഇപ്പോൾ LDF പ്രതിപക്ഷത്താണെങ്കിലും ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് CPIക്ക് ആലോചിക്കാൻ കഴിയില്ലല്ലോ. ലീഗിന് അങ്ങനെ അഭിപ്രായമില്ല. അല്ലല്ല, അതിൽ അപ്പോൾ ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടാവും മുന്നണി എന്നുള്ളതിലേക്ക്. അത് മുന്നണിയെ ബാധിക്കുന്നൊരു ഘട്ടത്തിലാണ് അപ്പോഴാണ് ഇടപെടുക. ചിലപ്പോൾ ലീഡർഷിപ്പ് ചേഞ്ചിലോ ഒക്കെ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇടപെടേണ്ടി വരിക. അത് ആ മുന്നണിയെ ബാധിക്കുന്നൊരു സാഹചര്യം വരുമ്പോഴാണ്. ഇപ്പം അങ്ങനത്തെ സാഹചര്യമൊന്നുമില്ല. പിന്നെ ഇപ്പം എന്തുകൊണ്ടാ വെച്ചാൽ വർദ്ധിതമായ ഒരു ആത്മവിശ്വാസം ഐക്യജനാധിപത്യ മുന്നണി വരും, അല്ലെങ്കിൽ അതൊരു ഉറപ്പ്. ആ ഉറപ്പുണ്ടാകുമ്പോൾ കോൺഗ്രസ് പോലെയുള്ളൊരു പാർട്ടിയിൽ ഇത്തരം ചർച്ചകളൊക്കെ എന്നും ഉണ്ടാവും, എല്ലാ കാലത്തും ഉണ്ടാവും. ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ അല്ലല്ലോ, ഇരുമ്പ് മറ ഇല്ലാത്തതുകൊണ്ട് സാധനം പുറത്തു വരും. ഒരു പക്ഷേ LDF ഇതിനേക്കാളും ഉണ്ടാവും, പക്ഷെ പുറത്തു വരില്ല. അത് പുറത്തു പറയാൻ എല്ലാവർക്കും പേടിയായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ലീഗിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? എന്താണ് ലീഗ് അങ്ങനെ? ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു വിമർശനം അധികാരമില്ലാതെ ലീഗിന് നിൽക്കാൻ പറ്റൂല എന്നായിരുന്നു. അതിനെ ലീഗ് മറികടന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. 10 കൊല്ലം അധികാരമില്ലാതെ നിന്നു. എങ്ങനെയായിരിക്കും ലീഗിൻ്റെ ഒരു പെർഫോമൻസ്? തെളിയിച്ച് നമ്മൾ 10 വർഷം കൊണ്ട് തെളിയിക്കുക മാത്രമല്ല, പ്രതിപക്ഷമില്ലാതെയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പിടിച്ചത്. ജില്ലാ പഞ്ചായത്ത് മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ മുഴുവൻ ബ്ലോക്ക് നമ്മൾ പിടിച്ചില്ല. പെരുമ്പടപ്പിൽ ഒരു ടോസിൽ മാത്രമാണ് അവർക്ക് പ്രസിഡന്റ് ഉണ്ടായത്. വൈസ് പ്രസിഡന്റ് UDFൻ്റെ കൂടെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് എന്താ വെച്ചാൽ ആത്യന്തികമായി ലീഗിൻ്റെ ലക്ഷ്യം അധികാരമല്ലല്ലോ. ഇന്ത്യയിലെ ഒരു ഐഡൻറ്റിറ്റിയുള്ള ന്യൂനപക്ഷം എന്നുള്ളവർക്ക്
കമ്മ്യൂണിറ്റിയുടെ അഭിമാനകരമായ അസ്തിത്വമാണ്. അതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് അധികാരം എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് തന്നെ ഇത്രയേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള അണികളുള്ള നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകരുള്ള ഒരു പാർട്ടി ഒരു പക്ഷേ വേറെ ഉണ്ടാവില്ല. പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അനുയായികളും പ്രവർത്തകരും മാത്രമല്ല, ഒരു ലീഗ് അനുഭാവ സമൂഹം ഇവിടെ ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. മുസ്ലിം ലീഗ് എന്നുള്ളൊരു വികാരമായി അവർ ചിലപ്പോൾ മീറ്റിങ്ങിന് വരുന്നുണ്ടാവില്ല, പ്രകടനത്തിന് വരില്ല, സമ്മേളനത്തിന് വരുന്നുണ്ടാവില്ല. പക്ഷേ ലീഗ് എന്നുള്ളൊരു വികാരത്തിന് ഇതിവിടെ വേണം, ഇത് നമ്മുടെ ഒരു ശക്തിയാണെന്നുള്ള എന്നുള്ള. അപ്പോൾ ഈ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഈ ശക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ വലിയ ഇങ്ങനെയൊക്കെ നമ്മളോരോ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ലീഗ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഉണ്ടാക്കിയ സഖ്യമാണ്. ഇപ്പം CPM വല്ലാതെ പറയുന്ന ഒരു സാധനം. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ്, ലീഗ് സ്വത്വ രാഷ്ട്രീയം സമുദായ രാഷ്ട്രീയമൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഒരു സഖ്യം വേണമായിരുന്നോ? ലീഗിന് അതിൻ്റെ ആവശ്യമുണ്ടോ? ജമാഅത്തിന് അത്ര വലിയ സ്വാധീനം ഉണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. എന്തായാലും അങ്ങനെ സഖ്യം ഇല്ലല്ലോ. പിന്നെ ഒന്ന് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായത് തന്നെ ലീഗിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും കൂടി എന്തായാലും നമ്മൾ സാധാരണ മുതരി എന്ന് പറഞ്ഞ കാര്യം ജമാഅത്തെ ഇസ്ലാമി മൗലാന അബുല്ലൈസ് ഇസ്ലാഹി പറഞ്ഞ തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്തെ മുഴുവനായി ഇഖാമത്തുദ്ദീനിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന മഹത്തായ ആശയപ്രചാരണമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്നതുകൊണ്ട് മുസ്ലിം ലീഗ് പോലൊരു സാമുദായിക സംഘടന നമുക്ക് ആവശ്യമില്ല. സാമുദായികതാവാദം ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാം. പക്ഷെ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി ബാക്കിലാണ്. അവർ ഇത്തവണ UDF പിന്തുണ കൊടുത്തു. നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് പിന്തുണ വന്നോട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊരാൾക്ക് ഇപ്പോൾ റൂമി ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് വിചാരിക്കുക. നിങ്ങളെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. പറയാൻ പറ്റൂല. ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പം അതിൽ വെൽഫെയർ പാർട്ടി ആയിട്ട് സഖ്യമായിട്ടില്ല. അത് മുസ്ലിം വെൽഫെയർ പാർട്ടി അവർ കഴിഞ്ഞ ഈ 10 വർഷത്തെ ഇടത് ഭരണത്തിൽ അല്ലെങ്കിൽ അവർ കാലങ്ങളായി ആദ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് നമ്മൾക്കറിയാലോ, അവർ വോട്ട് ചെയ്യുന്നത് ഷിർക്കാന്ന് പറഞ്ഞു. ഷിർക്ക് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കേർക്കുന്നത് പോലുള്ളൊരു തെറ്റാണ്. അന്ന് ശരിക്കും പിന്നെ എന്നാണത് തൗഹീദായി മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്തതാണ്. ഹുക്കുമത്തെ ഇലാഹി എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു? RSSകാരെ കൂടെ ജമാഅത്തെ നിരോധിച്ചു, ജമാഅത്തേരും പിടിച്ച് ജയിലിലിട്ടു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലും മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പരിവാർ വന്നപ്പോൾ ഇവർ അപ്പോഴാണ് ഹുക്കുമത്തെ ഇലാഹി ഹുക്കുമത്തെ ദേശായി ആയത്. അങ്ങനെയാണെന്ന് പറയാം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് വോട്ട് ചെയ്യണം. പിന്നെ അവർ വോട്ട് ചെയ്യാൻ തുടങ്ങിയത് മുതൽ എല്ലാ കാലത്തും അവർ വോട്ട് ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷത്തിനും. ഇടതുപക്ഷം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ദേശാഭിമാനം എനിക്ക് തോന്നുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രൂപീകരണത്തിന് ശേഷം ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ വന്നത് ദേശാഭിമാനം മാത്രമേ. അതിന് മുമ്പ് ശേഷം ഉണ്ടാവില്ല. മാധ്യമത്തിൽ വന്നിട്ടുണ്ടാകാം, മറ്റൊരു പത്രത്തിൽ. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി അവർ ഇത്തവണ UDF പിന്തുണ എന്ന് പറഞ്ഞു. സന്തോഷം, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ അവരുടെ ആശയം മുസ്ലിം യുവാക്കൾക്കിടയിലേക്ക് പോകും, അവർക്കൊരു സമീകരണം കിട്ടും, ജനറലൈസേഷൻ സംഭവിക്കുന്നതാണ് AP വിഭാഗത്തിൻ്റെ ഒരു വിമർശനം. അങ്ങനെ വിമർശനം ലീഗിനകത്തുണ്ടോ? നേരെ തിരിച്ചാണ് സാധ്യതകളെ. ലീഗ് അങ്ങോട്ട് അങ്ങോട്ട് അത്രേ ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഏറെ 2%, 3% ഉള്ള. പിന്നെ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി പറയുന്നതിലേക്ക് അങ്ങോട്ട് പോകാനല്ല സാധ്യതയുള്ളത്. ഇത് അങ്ങനെ ഒരു നഷ്ടം വരും, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഉണ്ടാവുകയാണെങ്കിൽ അത് അവർക്ക് അങ്ങോട്ട് ഉണ്ടാകാനുള്ളൂ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ 8 പതിറ്റാണ്ടായി ഇന്ത്യയിലെ സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ നിന്ന് തന്നെ ആവേശം ഉൾക്കൊണ്ട് വരുന്ന മുസ്ലിം. അത് മാത്രമല്ല നമ്മളേത് സ്വത്വ രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയണത്, പ്രവർത്തിക്കുന്നത്. ഇപ്പം ഈ സ്വത്വ രാഷ്ട്രീയം പറയുമ്പോഴേ എല്ലായിടത്തും ലീഗിന് അങ്ങനെ സ്വത്വം പറയാൻ കഴിയുന്നുണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെയല്ല, ലീഗിൻ്റെ ഒരു ഐഡിയോളജി ഇപ്പോൾ ജമാഅത്തെ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞാലും ഒരു ശംസുദ്ദീൻ പറഞ്ഞ ഒരു പോയിൻ്റ് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? ലീഗിന് ചില പരിമിതികളുണ്ട്. അങ്ങനെ സ്വത്വം പറയാൻ കഴിയുന്നുണ്ടോ ലീഗിന്? ശംസുദ്ദീൻ്റെ ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ലീഗിന് RSSനെ എതിർക്കുന്നതിന് ചില പരിമിതികളുണ്ട് എന്ന്. ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും
RSSനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞത് CH ആണ്. ബഹ്റിയറിനറിയില്ല, അതെ 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 കടലിൽ മുസല്ലായിട്ട് നിസ്കരിക്കണമെങ്കിൽ വലിയ ഔലിയാണ്. കാരണം അങ്ങനെ അലമാലകൾക്കിടയിൽ ഒരാൾ മുസല്ലായിട്ട് നിസ്കരിച്ചാൽ ഒരു RSSകാരനെ അങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടാലും ഞങ്ങൾ RSSനെ ഒരു പരിമിതിയില്ല. മുസ്ലിം ലീഗിന് എന്താ പരിമിതിയുള്ള? കോൺഗ്രസിനുള്ള പരിമിതിയാണ് മുസ്ലിം ലീഗിനുള്ളൂ, CPMനുള്ള പരിമിതിയാണ് മുസ്ലിം ലീഗിനുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഇന്ത്യ രാജ്യത്ത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ എല്ലാ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഒരു പരിമിതിയില്ല. ഒരു പരിമിതിയില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഞാൻ അതിലൊരു സംഗതി ചോദിക്കണം എന്താ വെച്ചാൽ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആലോചിക്കും. RSS ഇങ്ങനെ വലിയ തോതിൽ പെനിട്രേറ്റ് ചെയ്ത് ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തി. അപ്പോൾ അതിൽ അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ ഈ സ്വത്ത് രാഷ്ട്രീയം ഉയർത്തുന്നത് കൊണ്ട് ഒരു വലിയ ഉപകാരം RSSന് ഉണ്ടാകുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിമർശനം. അതിനോട് എങ്ങനെ പ്രതികരിക്കണം? അതുണ്ടാവില്ല എന്നതിന് തെളിവാണ് കേരളം. കാരണം കേരളത്തിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടായി, 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടായി. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തു, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു. മുസ്ലിം ലീഗ് കേരളത്തിൻ്റെ റവന്യൂവിൽ 70% കൈകാര്യം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് തുടർച്ചയായി 10 വർഷം കേന്ദ്രമന്ത്രി ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് CH അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കേരളത്തിൽ സജീവമാണ്. RSSൻ്റെ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഇടം കിട്ടാതെ പോകുന്നതുകൊണ്ട് തന്നെ. ഈ തൊട്ടടുത്ത് തമിഴ്നാട്, കേരളം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ചെന്നൈ കോർപ്പറേഷനിലടക്കം നമുക്ക് പ്രാതിനിധ്യമുണ്ട്. നിയമസഭയിൽ അങ്ങുണ്ട്, MP ഉണ്ട്. തമിഴ്നാട്ടിലും RSSന് വേണ്ടതുപോലെ BJPക്ക് സ്വാധീനമില്ല. അപ്പം മുസ്ലിങ്ങൾ കായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞതുപോലെ മുസ്ലിം രാഷ്ട്രീയ ഐക്യം എവിടെ പ്രാവർത്തികമായോ അവിടെ ഈ ഫാസിസ്റ്റുകൾക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സജീവമായി പൊതുരംഗത്ത് ഇടപെടുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്ന മറ്റാക്ഷേപങ്ങൾക്കൊന്നും അവസരം ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുരംഗത്ത് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ടീം UDF ആയിട്ട് നമ്മൾ നിൽക്കുകയാണ് ഒരു പൊതു സംഗതിക്ക് വേണ്ടി. അവിടെ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടി ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരെ അപരവൽക്കരിക്കാൻ കഴിയില്ല. ഫാസിസ്റ്റുകൾ ഇങ്ങനെ അജണ്ടകൾ ഉണ്ടാക്കി അപരവൽക്കരിക്കുകയല്ല ചെയ്യാം. അതിനുള്ള അവസരം ഉണ്ടാവില്ല. നമ്മൾ ബോധപൂർവ്വം ഇടപെടുകയാണ്. ആ ഇടപെടുമ്പോഴും നമ്മളെന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ സമുദായത്തിന് എന്തുണ്ടാവും? ആത്മാഭിമാനം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞു ഇറങ്ങുമ്പോൾ മുസ്ലിം ലീഗ് വർഗീയമാണ് എന്ന് പറയുന്ന ആരെങ്കിലും കയ്യിൽ ന്യായങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കുമെന്നുള്ള ഒരു ന്യായം അതിൻ്റെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാശങ്ക അസ്ഥാനത്താണ്. അത് തെളിയിച്ചതാണ്. അത് നമ്മളൊരു ഉട്ടോപ്യൻ ആയിട്ട് പറയല്ല, നമ്മുടെ പ്രാവർത്തികമാക്കി. 80 കൊല്ലത്തെ മുസ്ലിം ലീഗ് എവിടെയൊക്കെ സജീവമായോ, ലീഗിന് എവിടെയൊക്കെ സ്വാധീനമുണ്ടായോ അവിടെയൊക്കെ ഫാസിസ്റ്റുകളുടെ അജണ്ട തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇപ്പം നിങ്ങൾ ഈ സഖ്യത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കണത്. ഇപ്പം കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസ് അല്ലാത്തൊരു ബദലില്ല എന്നാണ് ലീഗ് എല്ലാ കാലത്തും പറഞ്ഞത്. പക്ഷെ കോൺഗ്രസിന്റെ പങ്ക് ബദലില്ല എന്നല്ല ലീഗ് പറഞ്ഞത്. ആ ബദല് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈ കിട്ടുന്നതാവരുതെന്നാണ്. കോൺഗ്രസിന് ഒരു വിശാലമായ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ബദൽ വേണ്ടെന്ന് നമ്മൾ പറയാൻ പാടില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും വേണം. ഇപ്പം ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാതെ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഓരോ 6 മാസം കൂടുമ്പോഴും ഈ ജില്ലയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരെ വിളിച്ചിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യണം, പിന്നെ നിങ്ങളെ പാർട്ടി ഓഡിറ്റ് ചെയ്യും എന്ന് കൂടെ പറഞ്ഞു. എന്നതുപോലെ കോൺഗ്രസ്സിന് ബദൽ വേണ്ട എന്നല്ല ലീഗ് പറയണത്. ബദലാകാം, പക്ഷെ ആ ബദൽ RSSനെ സഹായിക്കുന്ന രീതിയിൽ ഉണ്ടാവരുത്. ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സിന് നമ്മളൊരു ബദൽ അന്വേഷിച്ച് പോയാൽ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ അപജയം സംഭവിച്ചാൽ അതാർക്കാണ് നേട്ടം ഉണ്ടാകുക? BJP. അതുണ്ടാവരുതെന്ന് ലീഗ് പറഞ്ഞിട്ടുള്ളൂ. അല്ല, കോൺഗ്രസിനെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശനപരമായി ലീഗ് വിലയിരുത്തിയാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഈ സംഘപരിവാറിൻ്റെ വളർച്ചയിൽ കോൺഗ്രസിനൊരു പങ്കുണ്ട്. ഞാനൊരു പഠിതാവ് എന്നുള്ളതൊക്കെ ഞാൻ ചോദിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ വർഗീയ കലാപങ്ങളിൽ കോൺഗ്രസ് എടുത്ത പൊസിഷന് അതിലൊക്കെ വിമർശനം ഉണ്ടല്ലോ. മാത്രമല്ല, ബാബരി മസ്ജിദിൻ്റെ ധ്വംസനം,
ഈ അഖിലേന്ത്യാ ലീഗ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നത് അടിയന്തരാവസ്ഥയിലെ മുസ്ലിങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളാണ്. ഈ വിഷയത്തിലൊക്കെ ലീഗ് എപ്പോഴെങ്കിലും ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വിമർശനം ലീഗിനകത്തുണ്ടോ? പുറത്ത് പറയണ്ട. അതുകൊണ്ടല്ലേ ഞങ്ങൾ ലീഗ് ആയതല്ലേ, ഞങ്ങൾ കോൺഗ്രസ് ആവില്ലേ. ലീഗ് മുസ്ലിം ഞങ്ങൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ, ഇന്ത്യയിലെ ദലിതുകളടക്കമുള്ള പിന്നോക്കക്കാരുടെ ന്യൂനപക്ഷങ്ങളുടെ വിമോചനത്തിൻ്റെ മാർഗം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ കോൺഗ്രസിനോട് വിമർശനം ഉണ്ട്. അല്ല ഞങ്ങളതുകൊണ്ടല്ലേ വേറിട്ട് സംഘടിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിൻ്റെ മൈനോറിറ്റീസ് അല്ലല്ലോ, ഞങ്ങൾ വേറെ പാർട്ടിയല്ലേ. അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടോ? അതല്ല, അത് ഉറപ്പല്ലേ. മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്ന് ഞങ്ങൾ പറഞ്ഞതിനാണ് ലീഗ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുസ്ലിം ലീഗ് എന്തിനാണ്? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്കക്കാരുടെ, ഇവിടുത്തെ ഈഴവരടക്കമുള്ള പിന്നോക്കക്കാരുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മാർഗമാണ് ഇതെന്ന് പറഞ്ഞു. ഇപ്പം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് രക്ഷ എവിടെയാണ്? അത് വെൽഫെയർ പാർട്ടിയിലല്ല, അത് ജനതാദളിലല്ല, അത് CPM-ലല്ല, അത് കോൺഗ്രസ്സിലല്ല, അത് CPI-ലല്ല, മുസ്ലിം ലീഗിലാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ മുസ്ലിം ലീഗ് ആയി നിൽക്കുന്നത്. അപ്പോൾ അതിലൊരു ഒരു പ്രതിസന്ധി ഉള്ള വെച്ചാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും നിങ്ങളെ ടെറൈൻ്റെ പുറത്താണ്. അതിനെന്താണ് ഒരു നിലപാട്? ഒരു ഉദാഹരണം, കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് ലീഗ് ഉണ്ട്, ഇനിയിപ്പോൾ തമിഴ്നാട്ടിലുണ്ട് എന്ന് വെക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ നിങ്ങൾ പോവാത്തത്? അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് നിങ്ങൾ മുസ്ലിങ്ങൾ? അപ്പോൾ UP-യിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യ ഉള്ളത്. അവർക്കിടയിൽ ലീഗിൻ്റെ നിലപാട് എന്താണ്? അതിനെന്തെങ്കിലും ഒരു പ്രായോഗിക തലത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടോ? അതിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിൽശാലകളും ഫാക്ടറികളും തൊഴിലാളികളൊക്കെ ഉള്ളത് കേരളത്തിലല്ലല്ലോ, കേരളത്തിന് പുറത്താണ്. പക്ഷേ കേരളത്തിലുള്ളതുപോലെയുള്ള തൊഴിലാളി പ്രത്യേകിച്ച് ഇപ്പോൾ CITU വളരെ ശക്തമായൊരു തൊഴിലാളി സംഘടനയാണ്. അവർക്കൊന്നും മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ അതിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ മാറ്റം. പിന്നെ കേരളത്തിൽ മുസ്ലിം ലീഗ് ശക്തിപ്പെട്ടു വന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. 1921 സാമ്രാജ്യത്വ വിരുദ്ധ കലാപാനന്തരം എല്ലാം നഷ്ടപ്പെട്ടു പോയ, തകർന്നു പോയ, എല്ലടിക്കപ്പെട്ടു പോയ ഒരു ശരിക്കും ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് ചണ്ടികളെപ്പോലെ വലിച്ചെറിയപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ടാണ് ഇങ്ങോട്ട് മുസ്ലിം ലീഗ് വരുന്നത്. കാരണം ഖിലാഫത്ത് മൂവ്മെൻറ്റിന് വേണ്ടി ആവേശപൂർവ്വം വരെ ഇറക്കിയിട്ട് പിന്നെ ഇവർ അനാഥമാക്കപ്പെട്ട സന്ദർഭമുണ്ട്. ആ ഒരു കോൺഗ്രസ്സാണ് ചെയ്തത്. അല്ല, അനാഥമാക്കപ്പെട്ട സന്ദർഭം. അത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ലീഗാണല്ലോ. അതെ അല്ല, ഞാൻ സാധാരണ പറഞ്ഞു ഇതെന്താണോ അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മുന്നേ ഇപ്പോൾ ഞാൻ 4 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ ഗൂഡല്ലൂരിലെ തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടു പോയിരുന്നു. അവിടെ ഇപ്പോൾ നമ്മുടെ മുന്നണിയിൽ ആരൊക്കെ ഉണ്ട്? CPM ഉണ്ട്, CPI ഉണ്ട്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി മത്സരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൻ്റെ കൊടിയും ഞങ്ങളെ നേതാവ് മുനീർ മില്ലത്ത് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബിൻ്റെ ചിത്രവും വെച്ചിട്ടാണ് അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥി വോട്ട് പിടിക്കുന്നത്. ഇതാ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ കൊടി വെച്ചിട്ട് പൊളിറ്റിക്കൽ അലയൻസ് ആണിത്. എന്താ വെച്ചാൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുകൊണ്ട് AIADMK ദുർബലമായപ്പോൾ BJP അതിൽ കയറിയിട്ട് ദ്രാവിഡ സഖ്യമാണത്. തമിഴനെ ഒരിക്കലും വർഗീയവൽക്കരിക്കാൻ കഴിയില്ല. അവരെന്തുണ്ടെങ്കിലും ദ്രാവിഡ കൾച്ചർ. അപ്പം അങ്ങോട്ട് ഇവരുടെ ഈ ചെയ്യാനുള്ള ശ്രമം, അതിനെ തകർക്കുക എന്നുള്ളതാണ് അവിടെ. ആ മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവിടെ എന്ത് ചെയ്യണത്, ഇത് ചെയ്യണത്. അപ്പം അവിടെ നമ്മളെന്താണ് പറയുന്നത്? മുസ്ലിം ലീഗാണ്, പക്ഷെ നമ്മൾ സഖ്യമായിട്ട് നിൽക്കുകയാണ് എന്നതുപോലെ. എന്നിട്ട് മലബാറിലെ ലീഗ് വന്ന സാഹചര്യം മലബാറിലേക്ക് മുസ്ലിം ലീഗ് വരുന്നത് ആ എല്ലാം നഷ്ടപ്പെട്ട തകർന്നു നിൽക്കുന്ന മാപ്പിള സമൂഹത്തിന് ഒരു നേതൃത്വം നൽകിക്കൊണ്ടാണ്. നമ്മൾ പറയുമല്ലോ അതിനെന്താണ്, കാക്കക്കാലിൻ്റെ തണലില്ലാതെ നിൽക്കുമ്പോൾ ഒരു മഹാവടവൃക്ഷമായി വന്നിട്ട് ഇവരെ കൂട്ടിച്ചേർത്ത് നിൽക്കുക. അപ്പോൾ പക്ഷെ ഉത്തരേന്ത്യയിൽ മുസ്ലിം ലീഗ് വരുന്നത് അങ്ങനെയല്ല. അപ്പോൾ അത് വിഭജന നേരിട്ട് ബാധിച്ച ഒരു സൊസൈറ്റിയാണ്. അത് കഴിഞ്ഞ് 70 കൊല്ലം കഴിഞ്ഞില്ലേ, എന്താണ് ലീഗിൻ്റെ ആ മേഖല? പിന്നെ പലപ്പോഴും എന്താ വെച്ചാൽ നമ്മളെക്കാളും കുറച്ചും കൂടി ഒരു ആവേശ കമ്മിറ്റിയാണ് അവർ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് ഇങ്ങനെ ചെറുതല്ലാത്ത ഒരു രാഷ്ട്രീയ സ്വാധീനം വിഭജനാനന്തരം ഇങ്ങനെ വരുമ്പോഴാണ് പിന്നെ അടിയന്തരാവസ്ഥ വരുന്നത്.
അപ്പോൾ അടിയന്തരാവസ്ഥയിൽ ഉണ്ടായ സാഹചര്യം അറിയാലോ. കേരളത്തിൽ അടിയന്തരാവസ്ഥ ബാധിച്ചത് എങ്ങനെയാണ്? പോസിറ്റീവായിട്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റിസൾട്ടിൽ ജയിച്ചു വന്നു എന്നത് മാത്രമല്ല, കേരളം വളരെ കൃത്യമായി വികസന പ്രവർത്തനങ്ങൾ നടന്ന, ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ഓഫീസിൽ വന്ന, ആകെപ്പോൾ ഒരു രാജൻ്റെ ഇത് നമ്മൾ അതിൽ പറയുമെങ്കിലും ആ രാജൻ കേസൊക്കെ ഉണ്ടായിട്ടും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ് നാമമാത്രമായിപ്പോയി. എന്നാൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുമ്പോഴാണിത്. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുമ്പോഴാണ് കേരളത്തിൽ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വരുന്നത്. അപ്പോൾ അവിടെ അത് എഫക്റ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വന്നല്ലോ, ഒരു പിന്നെ ജനതാ തരംഗം ഞാൻ പറഞ്ഞില്ലേ, ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അങ്ങനെ ശരിക്ക് RSS അടക്കമുള്ളവരുടെ ഒരു ഇതുണ്ടല്ലോ, അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യം മാറി. അതെ അതെ. പിന്നീട് അതിങ്ങനെ പതുക്കെ തിരിച്ചു വരുമായിരുന്നു. അതിലാണ് 92 ബാബരി. അപ്പോൾ ബാബരി ഇഷ്യൂവിനെ ശരിക്ക് അത് ഫൈസാബാദിലെ അവിടുത്തെ ഒരു പ്രശ്നമാക്കി അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ബാബരി പ്രശ്നം വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്തായിരുന്നു? ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ ഒരു ഐക്യമായിരുന്നു. അങ്ങനെയാണല്ലോ. പക്ഷെ എന്തുണ്ടായി? ഹിന്ദു ഐക്യമാണ്. ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ 9 കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആക്ഷൻ കമ്മിറ്റി, പ്രൊട്ടക്ഷൻ കമ്മിറ്റി, ആ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും അപ്പോൾ ആ ഒരു സാഹചര്യം ഉണ്ട്. എന്നാലും ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനമൊക്കെ വന്നു. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ നേരത്തെ സമസ്ത കേരള ജമിയത്തുലമ ഒന്നും കൂടി കോട്ട് ചെയ്ത് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ദാറുൽ ഹുദ ഇവിടെയൊക്കെ ഓഫ് ക്യാമ്പസുകളൊക്കെ ബംഗാളിൽ, ജാർഖണ്ഡിൽ ഒക്കെ വന്ന് അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് പിന്നെ നമ്മുടെ ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ കൂട്ടായ്മ, അഭിമാനകരമായ അസ്തിത്വം, മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് മോഡേൺ പൊളിറ്റിക്സ്, അതാണ് ഇപ്പം കഴിയുന്നതെന്ന് ലീഗ് മനസ്സിലാക്കി. ശരിക്കും വളരെ കൃത്യമായിട്ടാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇടപെടുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. ഒരു രാഷ്ട്രീയ പ്രബുദ്ധമാക്കി, അതിന് ഇതുവരെ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളെ നമുക്ക് രാഷ്ട്രീയ പ്രബുദ്ധമാക്കി നിർത്താൻ കഴിഞ്ഞില്ലായിരുന്നു. ഒരാവേശം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇപ്പം നമ്മൾ പറയാം, കാറ് പോകുമ്പോൾ കരിയില വാർന്ന വരെയാണ്. കാർ അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള. പിന്നെ മറ്റൊരു ഒന്നുണ്ടായി, കേരളത്തിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും വലിയത് ഈ ഉലമാ ഉമറ ബന്ധം. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ 2 വിഭാഗം ഉണ്ട് എന്ന്. ഉണ്ടാവുന്നല്ല, ഉണ്ടാകണം എന്നല്ല, ഉണ്ട്. അതേതാണ്? ഉലമാക്കളും. അവർ നന്നാകണം എന്നല്ല, നന്നാൽ സമുദായം നന്നായി. കേടുവന്നല്ലേ? പ്രവാചകൻ മനുഷ്യനെ കുറിച്ച് അങ്ങനെ തന്നെ പറഞ്ഞ്, മനുഷ്യൻ്റെ ശരീരത്തിലൊരു മാംസകഷ്ണം ഉണ്ട്, ഹൃദയം ഉണ്ടല്ലോ എന്നതുപോലെയാണിത്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഹൃദയം പോലെയാണ് ഉലമാക്കളും. അത് നന്നായോ നന്നായി, കേടുവന്നു. അപ്പോൾ ഈ ഉലമാ ഉമറ ബന്ധം മനോഹരമായി കേരളത്തിൽ നമുക്കത് കാണാൻ പറ്റും. അതിനെ വിളക്കി ചേർക്കുന്ന കണ്ണിയായി പിന്നെ സയ്യിദ് കുടുംബങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട പാണക്കാട് മമ്പറം തങ്ങളായിരുന്നു ആ ഉലമാ ഉമറ ബന്ധത്തിൻ്റെ ഏറ്റവും. അത് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിട്ടാണ് സയ്യിദ് ഫസൽ തങ്ങളെ നാട് കടത്തുന്നത്. ഈ ഉലമാക്കളും ഉമറാക്കളും ഒരുമിച്ച് നിന്നാൽ, ഇപ്പം ഞാൻ ഇനെന്താണ് 1921 100ാം വാർഷികമായപ്പോൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു. അതിൽ ശരിക്കും ലവക്കുട്ടിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? നിങ്ങളൊന്ന് റൂമി ഒന്ന് ശ്രദ്ധിച്ചോ. ലവക്കുട്ടിയുടെ ഡ്യൂട്ടി വാര്യംകുന്നത്ത് കൊടുക്കുന്നത് ഈ ഉലമാ ഉമറ ബന്ധത്തെ വിളക്കി ചേർക്കുക എന്നുള്ളതായിരുന്നു. ലവക്കുട്ടി നല്ലൊരു നയതന്ത്രജ്ഞനായിരുന്നു, ശരിക്കും നല്ല ഡിപ്ലോമാറ്റ് ആയിരുന്നു. അപ്പോൾ ലവക്കുട്ടിയുടെ ഡ്യൂട്ടി അത് നിലനിർത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അത് മനസ്സിലായി. അവരതിനാണ് തകർത്ത്. പിന്നീട് ഫസൽ തങ്ങളെ നാട് കടത്തുമ്പോഴും ബ്രിട്ടീഷുകാരൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എന്താണ്? ഈ ഉലമാ ഉമറ ബന്ധം ഉണ്ടായാൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തുണ്ടാവും? ഇസ്സത്ത് ഉണ്ടാവും. പക്ഷേ ഫസൽ തങ്ങളെ നാട് കടത്തിയപ്പോൾ ചരിത്രത്തിൻ്റെ നിയോഗം എന്നാണ് പാണക്കാട്ടേക്ക് വന്നു. ആ ഒരു ലീഡർഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിൽ. അതിലേ ഇപ്പോൾ ഈ ഉലമാ ഉമറ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ സമസ്തനെ കുറിച്ച് പറയണം. സമസ്ത ഒരു ഘട്ടത്തിൽ സമസ്ത ലീഗിൻ്റെ പേരിലാണ് പിളരുന്നത്. സമസ്ത ഇപ്പം AP ഉസ്താദ് ആ ഘട്ടത്തിൽ പറയണത് എന്തില്ല, അപ്പം നിങ്ങളെ ഓർമ്മയിലുള്ള APEK ബന്ധങ്ങളുടെ സംഘർഷം, ആ സംഭവം ഒന്ന് പറയും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എനിക്ക് ഓർമ്മ പറഞ്ഞാൽ ഞാൻ ചെറുതാവുമ്പോൾ ഞങ്ങളെ നാട്ടിൽ അന്ന് ഇനെന്താണ് നമ്മളെ വിദ്യാർത്ഥി സംഘടന SSF ആണല്ലോ. സമസ്തൻ്റെ ഹൈദരലി ശിഹാബ് തങ്ങളാണ്
SSFിൻ്റെ പ്രസിഡന്റ്. ആ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു SSFിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. നമ്മളൊന്നും അങ്ങനെ സജീവമായിട്ട് ഇല്ല, എന്നാലും നമ്മൾക്കിങ്ങനെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തെന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പോസ്റ്റും അവിടെ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതിലേക്ക് പൊളിറ്റിക്സ് വന്നല്ലോ. അങ്ങനെ ഇന്നെന്താണ് അരിവാൾ സുന്നി മറ്റേ സുന്നി എന്നൊക്കെ പറഞ്ഞു വന്ന സമയത്ത് പിന്നെ അവിടെ നിന്ന് നമ്മളത് പിന്നെ OSF ആക്കി ആളുകൾ കൂടിയിട്ട് മദ്രസയിൽ പഠിച്ച ഓൾഡ് സ്റ്റുഡൻസ് നമുക്ക് ഇനി SSF പിന്നെ കുറച്ച് നേരം SKSF ഒക്കെ വന്ന് അങ്ങനെ പോയി. അപ്പോൾ ആ സംഘർഷങ്ങളിൽ ലീഗ് ഒരു വശത്തും AP വിഭാഗം ഒരു വശത്തും വലിയ കച്ചറയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് AP. ഇപ്പം ഞാനൊരു AP കുടുംബത്തിലുണ്ടായ ഒരാളാണ്. ഞങ്ങളെ നാട്ടിലെ ലീഗുകാരായിരുന്നു നമ്മളെ ശത്രു. നമുക്കത് അറിയ പോലുമില്ല, അറിയാതെ നമുക്ക് പെനിട്രേറ്റ് ചെയ്ത് പള്ളിയിൽ തല്ലുണ്ടായിട്ടുണ്ട്. ഒരു സംഭവമൊക്കെ ഓർമ്മ ഉണ്ടാറില്ല, 2 പെരുന്നാളുണ്ടായി മാസപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട്. എൻ്റെ കുട്ടിക്കാലത്തെ പ്രധാനപ്പെട്ട ഓർമ്മകളെ ഞാൻ പറഞ്ഞു. അങ്ങനെ ആ സംഘർഷങ്ങളുണ്ടായ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ഒരാൾ എന്നുള്ളതൊക്കെ അന്നത്തെ ലീഗിൻ്റെ നിലപാടുകളും ഇപ്പം ലീഗ് അതൊക്കെ മാറ്റി, ലീഗും സംഘടനകളൊക്കെ മാറ്റി. അതിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്താ? ലീഗല്ല നിലപാട് മാറ്റിയത്, സംഘടനകളാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും മുസ്ലിം സമുദായത്തിലെ ഒരു സംഘടനക്കും എതിരല്ല. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനങ്ങളുണ്ട്. മുസ്ലിം ലീഗിന് ഞാനെപ്പോഴും പറയാറുണ്ട്, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഹറമിൽ പ്രവേശനമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിലും തുല്യ പരിഗണന. ഹറമിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണ്. പരിശുദ്ധ ഹറമിൽ നമ്മൾ ചെല്ലുമ്പോൾ എല്ലാവർക്കും തുല്യ. കാരണം മുസ്ലിം ലീഗ് സമുദായത്തിൻ്റെ ലീഡർഷിപ്പാണ്. ഞാൻ പൊതു പ്ലാറ്റ്ഫോമാണെന്നുള്ള വാക്യം ഉപയോഗിക്കണില്ല. പൊതു പ്ലാറ്റ്ഫോം ആകുമ്പോൾ ലീഗിന് സ്വന്തം അസ്തിത്വം ഉണ്ടാവില്ലല്ലോ. ഈ പ്ലാറ്റ്ഫോമിന് സ്വന്തം അസ്തിത്വം ഇല്ലല്ലോ. ഞാൻ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമായി, ജയരാജേട്ടൻ ഇരുന്നപ്പോൾ അയാളെ പ്ലാറ്റ്ഫോമായി, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല, ലീഡർഷിപ്പാണ്. മുസ്ലിങ്ങളുടെ ലീഡർഷിപ്പാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പ് മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരു അവാന്തര വിഭാഗത്തെ തകർക്കാനോ ഇല്ലാതാക്കാനോ അവരെ മോശമാക്കാനോ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ലീഗ് എതിർത്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ചാൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ആധികാരിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇവരെ ഉപയോഗപ്പെടുത്താമെന്ന് ഇതിൻ്റെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരോ ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗപ്പെടുത്താമെന്ന് മറ്റാരെങ്കിലോ അങ്ങനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ, അത് മാധ്യമം പത്രത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാലും സിറാജ് പത്രത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു നിലപാട് ലീഗ്. എന്തുകൊണ്ടാണ് അത് ബംഗാൾ നമ്മുടെ മുമ്പിലുണ്ട്. പശ്ചിമ ബംഗാളിൽ അജയ് കുമാർ മുഖർജി മന്ത്രിസഭയിൽ 3 മന്ത്രിമാരുണ്ടായിരുന്നു മുസ്ലിം ലീഗിന്. ഹസനുസമാൻ സാഹിബ് ബംഗാളിൻ്റെ വ്യവസായ മന്ത്രിയായിരുന്നു. ബംഗാൾ പോലെ വലിയൊരു സംസ്ഥാനത്തിന്. അബൂ താലിബ് ചൗധരി ഇന്ത്യൻ പാർലമെൻറ്റിൽ മുർഷിദാബാദ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നതാണ്. കൽക്കട്ട നോർത്തിൽ ലീഗ് അന്ന് പരാജയപ്പെടുന്ന ലോക്സഭയിൽ 460 വോട്ടിനാണ് ലോക്സഭ മണ്ഡലത്തിലേക്ക്. പക്ഷേ അതവിടെ തകർത്തത് എങ്ങനെയാ വെച്ചാൽ ഇതേ കളിയാണ്. ഈ ഉലമാ ഉമറ ബന്ധത്തെ ഇല്ലാതാക്കിയിട്ട് മുസ്ലിം ലീഗിനെ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ മുസ്ലിം ലീഗിനെയും കണ്ടിട്ട് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തിയിട്ടും അവരെ ഒരു അജുംബിത പുഷ്പമാക്കി നിർത്തിയിട്ടും ഒരു സമുദായത്തിന് അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. ഈ ബംഗാളിലെ സംഭവമേ ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ അത് പിന്നീട് എന്ത് സംഭവിച്ചു? കാരണം അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദീർഘകാലം ഭരിച്ചു. മുസ്ലിങ്ങൾ ഇപ്പോൾ ഭയങ്കര അനാഥത്തോടെ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ മുന്നേ ലീഗ് പിന്നെന്താ അതിലേക്ക് തിരിച്ച് ലീഗ് പോകാൻ ഒരു ശ്രമം നടത്താഞ്ഞത്? എന്താ വെച്ചാൽ ഇന്ത്യയിലെ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ ലീഗ് രൂപീകരിച്ച കാലത്ത് തന്നെ CD സാഹിബിനോട് ചോദിച്ചിരുന്നു, അല്ല ജനാധിപത്യമല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ടർ സംവിധാനം, ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം അല്ലേ ജയിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ റൂമിയർ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്, 100 വോട്ടർമാരാണുള്ളത്, 51 ആൾ വോട്ട് ചെയ്താൽ ജയിച്ചില്ല. അത്ര ചിലപ്പോൾ 49 വോട്ട് കിട്ടിയ ആളാവും യോഗ്യനും സത്യസന്ധനും ഒക്കെ. അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വിജയാഹ്ലാദത്തിൽ നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ ലീഗിന് വോട്ട് ചെയ്താലും ജയിക്കൂലല്ലോ. നിങ്ങൾക്കൊരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴാണ് CD സാഹിബ് പറഞ്ഞത്, ഇന്ത്യൻ ജനാധിപത്യം നെടുകയും കുറുകയും പിളരും. കാരണം ഇന്ത്യയിൽ വിവിധ ജാതികളും വിശ്വാസധാരകളൊക്കെ ഉണ്ട്. ഇതൊരു ഏകശിലായിട്ട് പോകും. അപ്പം നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാം. അതിനെന്ത് വേണം? ഏതെങ്കിലും മുന്നണിയുടെ കൂടെ നിൽക്കണം. ഇപ്പോൾ കേരളത്തിലൊക്കെ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ പറയും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച പറഞ്ഞാൽ അട്ടത്ത് കയറുമ്പോൾ വിട്ടാലേ അബ്ദുറഹ്മാൻ്റെ ഒക്കെ വാക്കണം നേരെ താഴെ വീഴുന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ പലപ്പോഴും വിശാലമായ മുന്നണി താല്പര്യത്തിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ച. എന്തുകൊണ്ടറിയോ? ഈ മുന്നണിക്ക് പുറത്തു വന്നാൽ അജയ് കുമാർ മുഖർജിയുടെ ബംഗ്ലാ കോൺഗ്രസിൻ്റെ മുന്നണിയിലായിരുന്നു മുസ്ലിം ലീഗ്.
അതിങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവും. ഇപ്പോൾ ബാബരി ഇഷ്യൂ പോലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അടിയന്തരാവസ്ഥ പോലെ എന്തെങ്കിലും ഒരു വൈകാരികമായ ഇഷ്യൂ ഉണ്ടാവും, അതിൽ നമുക്ക് പ്രതിഷേധം ഉണ്ടാവും. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ നരസിംഹറാവു എടുത്ത നിലപാട് തെറ്റാന്ന അഭിപ്രായം നമുക്കുണ്ടാകും. പക്ഷേ ആ അഭിപ്രായം നമുക്കുണ്ടെങ്കിലും ആ അഭിപ്രായം നമ്മൾ പറയുകയും അതിനെ തിരുത്താൻ നോക്കുകയും അതിനെ തിരുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അന്നിപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളെ നമ്മൾ പിരിച്ചുപിടിപ്പിച്ചു, നിങ്ങൾക്ക് അറിയാലോ. അല്ലാതെ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന ഒറ്റക്ക് നിന്നാൽ, ഇപ്പം നിങ്ങൾ നോക്കി, കേരളത്തിൽ UDF ഭാഗമാണ് മുസ്ലിം ലീഗ്. നമ്മൾ മുന്നണിയില്ലാതെ മാറിയെന്ന് വിചാരിക്കുക, എത്ര കാലം നോക്കും? ചെറിയ കാലം. ഇപ്പോൾ PDP ഒക്കെ അനുഭവിക്കുന്നുണ്ട്. INL ഒന്നും അല്ലാതായില്ലേ. ഇബ്രാഹിം സുലൈമാൻ സൈഡ് സാഹിബിനെ പോലെ ഒരു ടവറിങ് പേഴ്സണാലിറ്റി INL വന്നു. INL LDF ഇപ്പോഴാണ് കയറുന്നത്, എപ്പോൾ ദുർബലമായപ്പോൾ. അത് LDF അതുവരെ കാത്തുന്നു. കരുത്തുറ്റ മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമാണ്. നമ്മൾ പുറത്ത് നിന്നാൽ നമ്മളെ പിന്നെ മുന്നണിയിലേക്ക് എടുക്കാൻ നമ്മൾ ദുർബലമാകുന്നവരെ കാത്തു വെക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളിവിടെ ഒരേ സമയം പിന്നോക്കമാണ്, ന്യൂനപക്ഷമാണ്, നമ്മൾ ദരിദ്രരും കൂടിയാണ് സാമ്പത്തികമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സിൽ നല്ല കൃത്യമായി ഒരു നേതാവിനെ പോലെ ആലോചിക്കണം ഒരു സംഘടന. അത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ടായില്ല ബംഗാളിൽ നമ്മൾക്ക്. അത് പിന്നെ തിരിച്ചു പിടിക്കാൻ എന്താ ശ്രമങ്ങളില്ലാതിരുന്നതാണ് എൻ്റെ ചോദ്യം. പിന്നീട് ബംഗാളിൻ്റെ രാഷ്ട്രീയമൊക്കെ ആകെ CPM തന്നെ അവിടെ പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതെ. ബംഗാൾ രാഷ്ട്രീയം ആകെ കീഴ്മേൽ മറിഞ്ഞു. ഇപ്പം അവിടെ BJP ഭയങ്കരമായിട്ട് പെനിട്രേറ്റ് ചെയ്തല്ലോ. ഇനി അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ ബംഗാൾ കേന്ദ്രീകരിച്ചാണ് നമ്മളെ പിന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്.